Babylon carry on. മെക്കാഡമിൻസിന്റെ എണ്ണം എടുക്കുമ്പോൾ ജെയ്സന്റെ കയ്യിൽ 7, റയാന്റെ കയ്യിൽ 7, എന്റെ കയ്യിൽ 5, ആകെ 19 എണ്ണം. ഇനിയും ബ്ലാക്ക് മിറേഴ്സ്. ടീം ഗാബ്ലിന്റെ കയ്യിൽ 3, വാൻഡൈന്റെ കയ്യിൽ 6 എണ്ണം, അവരുടേത് ആകെ 9. അപ്പോ 28 മെക്കാഡമോസ്. എന്താ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. പക്ഷെ എന്റെ അച്ഛനും ഡോക്ടർ ഫ്രാങ്ക്ലിനും ചേർന്ന് മൊത്തം 30 മെക്കാഡമസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാവുന്നത് നമുക്കിനി 2 മെക്കാഡമസ് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നിനക്കറിയാമോ അവർ ആരൊക്കെയാണെന്ന്? അതെ, ബേബൽ ആൻഡ് ഗാരിയോൺ. ബാബേലും ഗാരിയോണും? ശരിക്കും എനിക്ക് അവന്മാരെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവർ എല്ലാ സമയത്തും ഒരുമിച്ചാണ് ഉണ്ടാകാറുള്ളത്. അവന്മാർ എപ്പോഴും മറ്റുള്ള മെക്കാഡമിസിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. മഹാവൃത്തികെട്ടവന്മാരാണ് അവർ രണ്ടും. അവന്മാരിൽ നിന്ന് ക്രൂരമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഓ, എന്താണത്? ഭാഗ്യവശാൽ മിസ്റ്റർ കെ ആ സമയത്ത് അവിടെ എത്തി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നി എന്റെ വിലപിടിപ്പുള്ള ടീമംഗങ്ങളെ? അതെല്ലാം മറന്നേക്കൂ സർ കിൻജോസ്. വെറുതെ ദേഷ്യം പിടിക്കണ്ട. ആ 2 മെക്കാഡമിൻസും ഞങ്ങളോടൊപ്പം ഒന്നിനും വന്നിട്ടില്ല. നമ്മൾ മെക്കാഡമിൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. അതെ, ബ്ലാക്ക് മിറേഴ്സ് ആ 2 മെക്കാഡമസിനെയും കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. എങ്കിൽ ഇനി കാര്യങ്ങൾ നടത്താനുള്ള വഴി നോക്കാം. നമുക്ക് പോയി അവരെ അന്വേഷിക്കാം. നമ്മൾ അവരെ കണ്ടുപിടിച്ചിരിക്കും. സിഗ്നൽ ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ 2 പേരും ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഇസബൽ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കിയാലോ? അത് കൊള്ളാം. അവർ ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടാവും. വാ പോകാം. ഒന്നുമില്ലേ? നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ? ശരി, നന്ദി. ഈ തീരത്ത് വേറെ ആരെയും കണ്ടിട്ടില്ലല്ലോ അല്ലേ? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം സർ കിങ് ജോസ്. ശരി, വാ പോകാം. ഒരുപാട് നന്ദിയുണ്ട്. ഒരു സിഗ്നലും ഇല്ലല്ലോ. നമ്മുടെ അന്വേഷണത്തിന്റെ അവസാന സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നത് കുട്ടികളെല്ലാവരും ബബേലിനെയും ഗാരിയോണിനെയും അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നാണ്. അവർ രണ്ടുപേരെയും ബ്ലാക്ക് മിറേഴ്സ് ആദ്യമേ സ്വന്തമാക്കി എന്ന കാര്യം ഈ വിഡ്ഢികളായ കുട്ടികൾക്കറിയില്ലല്ലോ. ഏയ് ചങ്ങാതിമാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഈ പരിസരത്ത് ഒരു ജീവനുള്ള ടോയ് കാറിനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ലെന്നോ? പറയടാ, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇത് വേറൊരാളും ഞങ്ങളോട് ചോദിച്ചിരുന്നു. വേറൊരാളോ? അതാരാണ്? ഞങ്ങൾക്കറിയില്ല. അവരെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അവരെ കണ്ടിട്ടേ ഇല്ലേ? എങ്ങനെ അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടോ? അതെ, അവർ 2 പേരാണ്. ഒരാണും ഒരു പെണ്ണും. ചിലപ്പോൾ അവർ സഹോദരങ്ങളായിരിക്കും. അവർ ഞങ്ങളോട് ചോദിച്ചത് ഒരു മെക്കാഡമിയെ പറ്റിയായിരുന്നു. അവർ ഞങ്ങളോട് ചോദിച്ച പേര് ബേബേലും ഗാരിയോണും എന്നാണ്. എനിക്ക് തോന്നുന്നത് ഇവന്മാർ സംസാരിക്കുന്നത് ഡാനിയെയും അവളുടെ സഹോദരനെയും പറ്റിയാ. അതെ, ഡാനിയും അവളുടെ സഹോദരനും വേറൊരു ലോകത്തു നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷെ ഇവിടെ ധാരാളം കുട്ടികളുണ്ടല്ലോടാ. അത് ശരിയാ. ഇതിനിടയിൽ നിന്ന് നമ്മൾ അവരെ എങ്ങനെ കണ്ടുപിടിക്കും? നിനക്കൊന്നും അറിയില്ല. എന്തായാലും നന്ദിയുണ്ട്. എനിക്ക് ഇനിയും കൂടുതൽ ശക്തിമാനാകണം. പ്ലീസ് എന്നോട് പറയൂ. ഒന്നുകിൽ ഗാരിയോൺ അല്ലെങ്കിൽ ബബേൽ. നീ ഇതിൽ ആരെങ്കിലും ഒരാളെ ടീം ചെയ്യേണ്ടി വരും. അവർ അറിയപ്പെടുന്നത് ഇരുട്ടിന്റെ മെക്കാഡമിൽസ് എന്നാണ്. ഗാരിയോണും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ആ 2 ഇരുട്ടിന്റെ മെക്കാഡമിൽസിനെ? എനിക്ക് അവരെ കുറിച്ചൊരു വിവരവുമില്ല. പിന്നെ ഞാൻ എങ്ങനെ അവരെ കണ്ടെത്തും? പക്ഷേ ഡാബി, നിനക്ക്
ആരാണ്? നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലേ? ആ, ആ, ആ. ഞാൻ നിനക്കൊരു സാധനം തരാൻ വന്നതാണ്. നീ കളിയാക്കുകയാണോ? ഇത് ഗാരിയോണല്ലേ? നീ ഇതെനിക്ക് തരാൻ വേണ്ടിയാണോ വന്നത്? അത് ആ, അവൻ എവിടെ പോയി? ആ. ഏത് ടീമറാണോ അവരെ കൈവശം വച്ചിരിക്കുന്നത്, ആ ടീമർ അറിയാതെ തന്നെ അവരുടെ ബ്ലാക്ക് പവറിൽ അലിഞ്ഞില്ലാതാകും. നോ, വേണ്ട ഡാബി, ഇത് അപകടമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാളൊരു നല്ല മനുഷ്യനാണ്. അയാൾ ഗാരിയോണെ തന്നില്ലേ? ഇതാ നോക്ക്, ഇത് കാണാൻ നല്ല രസമില്ലേ? കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓസം, എന്റെ കയ്യിൽ ഇപ്പോൾ ഗാരിയോണുണ്ട്. ഇനി ഞാൻ ജെയ്സനെ എളുപ്പത്തിൽ തോൽപ്പിക്കും, എന്നിട്ട് അവനെ സ്വന്തമാക്കും. ഒടുവിൽ അവനെ സ്വന്തമാക്കും. ടീം ഗാബ്ലിൻ നമ്പർ 1 അക്കൂബൻ ഡാബി. ടീം ഗാബ്ലിൻ നമ്പർ 2 ബ്യൂട്ടിഫുൾ ഡാന. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് മിറേഴ്സ് അംഗങ്ങളാണ്. ടീം ഗാബ്ലിൻ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഗാരിയോൺ. ശ്രദ്ധിക്കൂ ഡാന, എന്താ? ഇവന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ പരീക്ഷിക്കാൻ പോകും. ഉടനെയോ? യാ, നമ്മൾ തമ്മിൽ ഒരു യുദ്ധമായാലോ? എന്ത്? നീയുമായി യുദ്ധമോ? ഇതൊരു പരിശീലനം മാത്രമാണ്. ഗാരിയോണുമായിട്ടുള്ള ഒരു ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണിത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാൽ തുടങ്ങാം. കൂടുതൽ സമയം വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ഓ, പിന്നെന്താ? സെറ്റപ്പ് മെക്കാൻ. സെറ്റപ്പ് മെക്കാൻ. അവനെ നശിപ്പിച്ചോളൂ. ഇന്റർമരീഷൻ മെക്കാഡിനൽ ഗോ. അവനെ നശിപ്പിക്കൂ ഗാരിയോൺ. മെക്കാഡമോ ഗോ. പോകൂ. ഇതെന്ത് സാധനമാണ്? നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഈവിൾ വേവാണത്. ഓ ടാബി, നീ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഡാന? ഇതുവരെ ആയിട്ടും ഈ റഡാറിൽ ഒരു സിഗ്നലും കാണാത്ത സ്ഥിതിക്ക് ബ്ലാക്ക് മിറേഴ്സിന്റെ കയ്യിൽ അവരുണ്ടെന്നാണോ നീ കരുതുന്നത്? അവൻ ചിന്തിക്കുന്നത് ഏകദേശം ശരിയാകാനാണ് സാധ്യത. ലിസൺ, ജെയ്സൺ, നീ ഇപ്പോൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിന്റെ അമ്മ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എന്ത്? ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി തിരയാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല. പോയിക്കോളൂ. എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് നാളെ കാണാം. ഓക്കെ. Simultaneous attack. Monster attack. മജീഷ്യൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാന, പേടിച്ച് പിന്മാറരുത്. നമുക്കൊരു നല്ല യുദ്ധം ചെയ്യേണ്ടതുണ്ട്. Final ability notified. A mystery circle. നിന്റെ കഴിവ് കാണിക്കൂ ഗാരിയോൺ. ഫൈനൽ എബിലിറ്റി റേണിംഗ് ഫയർ ഓൺ ഡീപ് ഇൻ ദ ഫയർ.
സൂക്ഷിക്കണേ. നീ എന്താണ് ഇങ്ങനെ? എന്താ ഇങ്ങനെ കഠിനമായിട്ട് പെരുമാറുന്നേ? ഞാൻ അങ്ങനെ ആയി പോകുന്നതാണ്. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങൾ? നന്നായിരുന്നു, പക്ഷെ നീ കുറച്ചുകൂടി സോഫ്റ്റ് ആയി പെരുമാറാമായിരുന്നു. നീ നന്നായിരുന്നു ഗാരിയോൺ. കുട്ടി, എനിക്ക് നിന്റെ അഭിനന്ദനത്തിന്റെ ആവശ്യമില്ല. വാവ്, നീ സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇതൊരു നല്ല ലക്ഷണമാണ്. ഗാരിയോൺ നിന്റെ കൂടെ നന്നായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. നീയോ? ടാബി, നീ എന്തായാലും ഈ പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞു. അയ്യോ, ഇത് സാർ വേണ്ടേ? എന്തൊക്കെയുണ്ടളിയാ? നിനക്ക് ആ മെക്കാഡമൻസിനെ കണ്ടെത്താനായോ ജെയ്സൺ? ഇതുവരെ ഇല്ല. അവൻ എവിടെയുണ്ടെന്ന് ഒരു ക്ലൂവും കിട്ടിയില്ല. ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിലായിരുന്നു. അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞതാ നമ്മൾ മാത്രമല്ല വേറെയും ആൾക്കാരെയും മെക്കാഡമൻസിനെ തിരയുന്നുണ്ട്. എന്താ? ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഡാനയും അവളുടെ സഹോദരനുമായിരിക്കുമെന്നാണ്. അപ്പൊ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ലേ? എല്ലാം ശരിയാണ്. ഡാനയും സഹോദരനും അവർ രണ്ടുപേരും വേറെ ലോകത്തുള്ളവരാ. അത് മാത്രമല്ല, അവര് നമ്മുടെ ശത്രുക്കളുമാണ്. എന്ത്? അവര് നമ്മുടെ ശത്രുക്കളോ? നീ എന്ത് കരുതി ഞാൻ പേടിച്ചു പോയെന്നോ? ഓ, നമ്മളവരെ കണ്ടെത്തി. അവർ രണ്ടുപേരും ഉണ്ട്. അധിക ദൂരം ഇല്ലെന്നാ കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് അവർ ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ടീം ഗാബ്ലിന്റെ ഡാബി. അപ്പോൾ ബ്ലാക്ക് മിറേഴ്സിന്റെ കയ്യിലുണ്ട് അവർ രണ്ടുപേരും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടീം ഗാംബ്ലിൻ അവരെ ആദ്യം സ്വന്തമാക്കുമെന്ന്. ഡാനയെ കൂടാതെ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നീ ആരാണെന്ന് പറയാ. എന്നോടൊരാൾ ആദ്യമായാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ബ്ലാക്ക് ബേർഡ്സിന്റെ ടോപ്പ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. പേര് ടോബോ. എന്താ? ടോപ്പ് റാങ്കിംഗ് ഓഫീസറോ? ടോബോ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 2 മെക്കാഡിബിൾസും നേരത്തെ തന്നെ ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നു. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കണം, എന്നിട്ട് സ്വന്തമാക്കാം. നീ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണമെന്നാണോ നീ പറയുന്നത്? നല്ല ചോദ്യം. റയാൻ, അവരുടെ കാര്യം എനിക്ക് വിട്ടു തന്നേക്കും. എന്നെയും. ഞാനിതുവരെ ഒരു യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല. ലോസ്റ്റ് ഓംബോയും സെർവന്റിനും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നിന്റെ സഹോദരനെ ടോബോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മഹത്തായ ഒരു ബഹുമതിയാണ്. അവനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്ക. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു നല്ല കാര്യമാണല്ലോ. എനിക്ക് സന്തോഷമായി. സർ വാൻഡീൻ പറഞ്ഞ സ്ഥിതിക്ക് പേടിക്കണ്ട. ഒരു ഡബിൾ എൻട്രി ബാറ്റിൽ നിന്റെ ശക്തി തെളിയിക്കുക ആട്ടാ. മെക്കാഡമോ ഗോ! അവന്മാരെ കൊന്നേക്കൂ ഗാരിയോൺ. മെക്കാഡമോ ഗോ! പോയി വരൂ എന്റെ മകൻ ബേബേൽ. മെക്കാഡിമൽ ഗോ!
ഇതിൽ ഒരാൾ ഗാരിയോൺ ആണ്, മറ്റേ ആൾ ബബേൽ. എന്റെ ദൈവമേ, വല്ലാത്തൊരു ഈവിൾ ഫീലിംഗ്. മറ്റുള്ള മെക്കാഡമിൻസുമായി ഇവർ തികച്ചും വ്യത്യസ്തരാണ്. ഞാൻ ആദ്യം പോകാം, നീ എന്റെ പുറകെ വന്നോളൂ. എനിക്ക് തോന്നി നീ അതേ ചെയ്യുള്ളെന്ന്. ഓ ആൽട്ടോ, ഓ അങ്ങനെയാണോ? ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. ഫ്ലോറിംഗ് ചാർജ്, ഫ്ലെയിം അറ്റാക്ക്. Disguise Ciso, Alta Clava Slash. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിടിച്ചോ. പിടിച്ചോ. ടേണിംഗ് ഫയർ ബൈ ട്രിപ്പിൾ ഫയർ. Very close, burning close. അവൾ മായാവിയായിട്ടാണ് വരുന്നതെങ്കിലും ഈ ഭൂമിയിലെ ചലനങ്ങൾ നോക്കി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവളെന്തായാലും മോശമല്ല. Alto. ഇസബൽ, നമുക്ക് അവരെ അവസാനിപ്പിക്കാം. Okay. Final ability. Blaze enormous waves. Waves of destruction. ഇനി ഫൈനൽ അബിലിറ്റി, ഡ്രോപ്പ് ദ ആസ്ട്രോയിഡ്സ്. മീഡിയോൺ സ്ട്രൈക്ക്. Shield detection. Attack shield. എന്റെ ഊഴം ഫൈനൽ എബിലിറ്റി. എനർജി ഓഫ് ലൈറ്റിംഗ്, ഡാർക്ക് ഷാഡോ. എന്തായി? എന്തായാലും കുറച്ചധികം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ 3 കാർഡുകളും ഉപയോഗിച്ചു കഴിഞ്ഞു അല്ലേ? ഇത് തന്നെ അധികമാ ഡേവി. ആ ശരി, ബാക്കിയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ലോർഡ് ടാംബോ. Final ability. Drop over Domin Sky Giant Craft. നീങ്ങു ആൾട്ടോ. എന്നോട് ക്ഷമിക്കൂ സർ കിൻഡോസ്. I'm croaky. എന്നോട് ക്ഷമിക്കൂ ആൾട്ടോ. നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തോ. ശരി, ഞാൻ ആൾട്ടെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫയാൻ എനിക്കുള്ളതാണ്. അപ്പോ ആകെയുള്ള 30 മെക്കാഡമൽസും ആരുടെയൊക്കെ കയ്യിലാണെന്ന് മനസ്സിലായി. ഇനി മെക്കാഡമൽസിന് വേണ്ടിയുള്ള യുദ്ധം മുമ്പത്തെക്കാളും വളരെ ഗൗരവമേറിയതായിരിക്കും.